ആക്രമണത്തിന് ശേഷം ഷഹബാസിനോട് മാപ്പ് ചോദിച്ച വിദ്യാർത്ഥികൾ ഒരാൾ അയച്ച ഫോൺ സന്ദേശം കൂടി അവസരത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഒഴിവാക്കി തരണമെന്നും ചെയ്തതിന് മാപ്പ് നൽകണമെന്നുമാണ് ആ സന്ദേശത്തിലുള്ളത്. ഇങ്ങനെ ചൊറവായിക്കൊണ്ടാ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ വൈവായിക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷാബാദേ പേരുണ്ടെ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കൊറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. പിന്നെയും ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് ഞാൻ എന്നോട് നല്ലോണല്ലേ പറഞ്ഞു. പിന്നെ എന്നോട് അങ്ങനെ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ പിന്നെയും വന്നതാ. പിന്നെ ഇന്നത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ എം ജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി പറഞ്ഞതാ. പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേ ഒക്കെ എന്തേലും എന്റെ പൊരുത്തപ്പെട്ടിട്ടോ കൊണ്ടോ. മറ്റൊരു വിദ്യാർത്ഥി കൂടി ഷഹബാസിനോട് ചെയ്ത കാര്യങ്ങളിൽ മാപ്പാക്കണമെന്ന് പറയുന്ന സന്ദേശം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താൻ പലതവണ പറഞ്ഞതാണ് ഇത്തരം ഒരു ആക്രമണത്തിന് പോകരുത് എന്നൊക്കെ ഷഹബാസിനോട് പറയുന്നുണ്ട്. അപ്പോൾ കാര്യമായി അവിടെ സംഭവിച്ചിരിക്കുന്നത് കൃത്യമായി എന്താണ് എന്നുകൂടെ നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നേരത്തെ വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശത്തിന് പുറകെയാണ് ഇപ്പോൾ മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള ഒരു ഓഡിയോ സന്ദേശം കൂടെ വന്നിരിക്കുന്നത്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, നേരത്തെ വന്ന സന്ദേശം കേട്ട് ഞെട്ടി വിറങ്ങലിച്ചു നിന്ന നമുക്കിടയിലേക്കാണ് ഇപ്പോൾ ഇത്തരം ഒരു സന്ദേശം കൂടി വരുന്നത്. മറ്റൊരു വിദ്യാർത്ഥി, ഈ കൃത്യത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥി തന്നെ ആയിരിക്കണം അതെന്ന് മനസ്സിലാക്കുന്നു. ഷഹബാസിനോട് അത് പുറത്തു തരണം, മാപ്പാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞു വരുമ്പോൾ കൃത്യമായി അവിടെ മനസ്സിലാക്കുന്നത് കാര്യമായ ചില സംഘർഷങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുകൂടി ആ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. കൃത്യമായി ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം എന്താണെന്നാണ് ഫൈസൽ മനസ്സിലാക്കുന്നത്? ജിൽസി, ഞായറാഴ്ച ഈ ഒരു ഫെയർവെൽ പരിപാടിക്ക് ശേഷം വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ കലഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ കൂടുതലായിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രതികാരം അല്ലെങ്കിൽ ഈ പക വീട്ടണം എന്നുള്ള ഒരു തരത്തിലേക്കുള്ള ചിന്തയൊക്കെ വിദ്യാർത്ഥികളുടെയൊക്കെ മനസ്സിൽ വന്നത് എന്നാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെ ആ ഒരു ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ആ ഒരു സമയത്ത് നടന്ന, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ നടന്ന സോഷ്യൽ മീഡിയയിലുള്ള വിദ്യാർത്ഥികൾ തമ്മിലുള്ള പലതരത്തിലുള്ള വാക്കേറ്റവും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമുക്കറിയാം എന്തും വിളിച്ചു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ പലരും കാണുന്നുണ്ട്. അത് തന്നെയായിരിക്കും ഈ വിദ്യാർത്ഥികളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരാളുടെ നമ്പർ കിട്ടാനോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചേരാനോ ഇതൊന്നും ഒരു പ്രയാസവും ഇല്ലാത്ത തരത്തിൽ നമുക്ക് ഏത് തരത്തിലും ആരെയും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് വാട്സപ്പിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഏത് തരത്തിലുള്ള ഭീഷണിയായാലും മറ്റെന്തായാലും തരത്തിലേക്ക് ഇടപെടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് തരത്തിലും ആരോട് വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. ഒരു നിയന്ത്രണമില്ലാത്തൊരു സംവിധാനത്തിലേക്ക് ഈ ഒരു സമൂഹം കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഗ്യാപ്പിൽ അല്ലെങ്കിൽ വ്യാഴാഴ്ച വരെയുള്ള ഈ ഒരു സമയത്തിൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പോർവിളികളൊക്കെ നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ സംഘടിച്ചെത്തി ആക്രമിക്കുന്ന ഒരു തരത്തിലേക്ക് വിദ്യാർത്ഥികൾ കടക്കുന്നത്. ആ ഒരു സമയത്ത് നടന്ന, അല്ലെങ്കിൽ പരസ്പരം ഒരുപക്ഷെ ഈ വിദ്യാർത്ഥികളാണ് അവരുടെ പ്രായം വെച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും. അത് തന്നെയായിരിക്കണം ഈ ഷഹബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ആക്രമിക്കുന്ന, അല്ലെങ്കിൽ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇത് പോകുന്നത്. ആദ്യഘട്ടത്തിലുള്ള വോയിസ് നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചതാണ്. നമ്മൾ നേരത്തേക്ക് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ അടികൊണ്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലും അവർ പറഞ്ഞ ഒരു വോയിസിന്റെ ഒരു മോഡുലേഷനും, അല്ലെങ്കിൽ ഈ പ്രശ്നം ഇത്രത്തോളം വഷളായി അല്ലെങ്കിൽ ഈ ഒരു കൈവിട്ട് പോകുമെന്ന് തോന്നിയതിനു ശേഷം വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്ന ഒരു പ്രതികരണം രണ്ട് രീതിയിലാണ് ഒരേ വിദ്യാർത്ഥികൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി എന്ന് തോന്നിയതിനു ശേഷം അവർ പറഞ്ഞ വാക്കുകളൊക്കെ മറന്നുകൊണ്ട് മാറ്റി പറയുകയാണ്. അതിൽ പൊരുത്തപ്പെട്ട് തരണം, ഈ വിഷയമൊക്കെ ഒതുക്കി തീർക്കണം, ഒഴിവാക്കി തരണം, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള തരത്തിലേക്കൊക്കെ വിദ്യാർത്ഥികൾ പോകുന്നത് ഈ പ്രശ്നം കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ്. അതിനു മുമ്പ് ഈ അടി നടന്നു, അല്ലെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ട് ഈ ഇത്തരത്തിൽ കിട്ടിയ അടിച്ചതിന് ശേഷം ഇവർ പറഞ്ഞത് കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും,
ഷഹബാസിന്റെ കണ്ണ് കണ്ടില്ല, ആദ്യം പോയി നോക്കിയെന്നുള്ള അല്ലെങ്കിൽ അത്രയും വെല്ലുവിളിയോടുകൂടി ഗൗരവത്തിൽ ഒരു പ്രശ്നം, ഒരു പേടിയോ അല്ലെങ്കിൽ അത്തരത്തിൽ ആ നിസാരവൽക്കരിച്ചുകൊണ്ട് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥികളെ ആ വോയിസ് നമ്മൾ കേട്ടു. അതിനുശേഷം ഈ പ്രശ്നം കൈവിട്ടു പോകുന്ന അല്ലെങ്കിൽ ഷഹബാസിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ചില ആവേശത്തിൽ പറയുന്നതല്ല, റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതിനു ശേഷം വിദ്യാർത്ഥികൾ മാപ്പ് പറയുന്ന മറ്റൊരു ഘട്ടം, വിദ്യാർത്ഥികളിൽ തന്നെ സംഭവിക്കുന്ന മറ്റൊരു ഘട്ടവും, ഈ രണ്ട് ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വോയിസിലൂടെ മനസ്സിലാക്കുന്നത്. വിദ്യാർത്ഥികൾ ആവേശം മൂത്ത് അല്ലെങ്കിൽ ആവേശം കൊണ്ട് പറയും, എന്ത് വേണമെങ്കിൽ പറയാം എന്നുള്ള ഒരു തരത്തിലേക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 10ാം ക്ലാസ്സിൽ കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികൾ പറയുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഈ ധൈര്യം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ഗൗരവമായി കാണേണ്ടത്. അതിനുശേഷം അവർ മാപ്പ് പറയുന്നു. 2-3 വിദ്യാർത്ഥികളുടെ വോയിസ് ഇപ്പൊ നമ്മൾ കേട്ടു. അത് ഈ ഷഹബാസിന്റെ ഫോണിലേക്ക് വന്ന വോയിസുകളാണ്. അപ്പോൾ ഇവർക്ക് കൈവിട്ട് പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ മാപ്പ് പറയും, അവർ ആവേശം കൂടിക്കഴിഞ്ഞാൽ കൊല്ലുമെന്ന് പറയും, അതിനുവേണ്ടി തല്ലും, നെഞ്ചക്ക് ഉൾപ്പെടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ കയ്യിൽ എന്താണ് കിട്ടുന്നത് അതുകൊണ്ട് അടിച്ചു കൊല്ലുക എന്നുള്ള തരത്തിലേക്കൊക്കെ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ കടന്നിരിക്കുന്നു എന്നുള്ളത് വേണം ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ. ജിൽസി, യെസ്, എന്തായാലും ആ 2 സന്ദേശങ്ങൾ, ഓഡിയോ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വാട്സപ്പിൽ അയച്ച സന്ദേശങ്ങൾ, ഇൻസ്റ്റയിൽ അയച്ച സന്ദേശങ്ങളായിരിക്കണം. ആദ്യം ഈ മർദ്ദനത്തിന് ശേഷം അവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന സന്ദേശം, പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നീയാണല്ലോ, എന്നോട് പൊരുത്തപ്പെടണം എന്ന് പറയുന്ന മറ്റൊരു സന്ദേശം, അങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെയാണ് ഇപ്പോൾ ഷഹബാസിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും വലിയൊരു ക്രൂരത, ദാരുണമായ അതിക്രമം, കൂട്ടം കൂടി ചേർന്ന് ആസൂത്രിതമായ ഒരു മർദ്ദനം നടന്നു. അതിനിരയായി ഒരു വിദ്യാർത്ഥി, കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. വലിയ ഒരു സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് തുടർ നടപടികൾ കൈക്കൊള്ളുന്നു. ഒപ്പം തന്നെ കൊലക്കുറ്റമാണ് ഈ കുട്ടികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അവരെ 16 വയസ്സിന് താഴെ ആയതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മാത്രമാണ് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുക. അതേസമയം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കം ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത്.